നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. സാനു മാഷ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ഗുരു വന്ദ്യനായിരുന്ന സാനു മാഷ് ഈ ലോകത്തിൽ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് കലാഭവൻ നവാസ് അകാലത്തിൽ പൊലിഞ്ഞുപോയി. അദ്ദേഹത്തിന് ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സുഖമായി കൊടുക്കുന്ന ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഈ നവാസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, നവാസിനെ പോലെ ആയിരക്കണക്കിന് യുവാക്കൾ, ഒരു 30-50 അടുക്കുള്ള യുവാക്കൾ മറ്റ് കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് വളരെ കൂടുതൽ അകാലത്തിൽ ചരമടയുന്നതായിട്ട് കാണുന്നുണ്ട്. പണ്ട് എനിക്ക് ആഴ്ചയിൽ ഒരു മരണമൊക്കെ വരുമെങ്കിൽ ഇപ്പം ദിവസം 8-10 ഒക്കെ വരുന്നുണ്ട്. അതും അധികം ചെറുപ്പക്കാരാണ്. വാക്സിനേഷൻ എടുത്തതിൻ്റെ പേരിലാണ് അകാല മരണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതങ്ങനെ അല്ലെന്ന് ഉന്നത കുല അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ചീഞ്ഞ് നാർന്നു പറയുമ്പോൾ എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകം അത് ശ്രദ്ധിക്കണം നമ്മുടെ ഗവൺമെൻറ്. ഒന്നാമത്തിൽ യുവാക്കളുടെ ആകാംക്ഷ അല്ലെങ്കിൽ ടെൻഷൻ, വിശ്രമമില്ലായ്ക, ഭക്ഷണ സമയത്ത് കഴിക്കുക, ഒന്നുകിൽ ഭക്ഷണം കുറവ് അല്ലെങ്കിൽ ഭക്ഷണം കൂടുതൽ. സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എത്ര ടെൻഷൻ നിറഞ്ഞാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു തിരഞ്ഞെടുപ്പിന് നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5 വയസ്സോ 10 വയസ്സോളം ആയുസ് കുറയുന്നതാണ്. അത്ര ടെൻഷനാണ് ആ റിസൾട്ട് അറിഞ്ഞ് ജയിച്ചു അറിയുന്നവർ. അതേക്കാൾ ടെൻഷനാണ് ഒരു സിനിമ ഫീൽഡ് അത് വിജയിക്കുക, അല്ലെങ്കിൽ എൻ്റെ സിനിമ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളത്. കാരണം ഇഷ്ടപ്പെടാൻ മാത്രം ചെയ്യാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക് ആയി വരുന്നതാണ്. അതായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു സംഭവം. മറ്റൊന്ന് കേൾക്കുന്നത് എന്തുമാത്രം ശരിയുണ്ടെന്ന് ശരിയുണ്ടെന്ന് വരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പണ്ട് ഞാൻ എവിടെ വായിച്ച ഒരു ലേഖനത്തിൽ ചില തീവ്രവാദികൾ ഇന്ന് പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ശരിയോ തെറ്ററിയില്ല, അങ്ങനെ ഉണ്ടാകരുത് തന്നെ പ്രാർത്ഥിക്കുക. അതായത് ചില സമുദായങ്ങളുടെ ജീൻ അടിസ്ഥാനമാക്കി അത് പരീക്ഷ നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള മുന്നോട്ട് പോയാൽ ആ സമുദായം മാത്രമേ ഇരിക്കുള്ളൂ എന്ന് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കുറിപ്പ് എവിടെ വായിച്ചായിട്ട് ഓർക്കുന്നു. എന്തുമാത്രം ശരി നോക്കിയില്ല. ഒരു കാര്യം ശരിയാണ്, ഈ നാപ്പം ബോംബൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ പല പല ബോംബ്, നാപ്പം ബോംബുണ്ട്. ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ മനുഷ്യന് മാത്രം അത് ആക്രമിക്കുള്ളൂ, നശിപ്പിക്കുള്ളൂ. ബാക്കി മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേ ജീവജാലങ്ങൾക്കോ ഒന്നും പറ്റില്ല. സാധാരണ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ മരങ്ങളും കെട്ടുകളും എല്ലാം തകർന്നു, കംപ്ലീറ്റ് തകർന്നില്ലേ. ഇത് ആവില്ല, മനുഷ്യനെ മാത്രം അത് കൊല്ലുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടത്. അത് എനിക്ക് ബോധ്യമാണ്. അതിങ്ങനെയുണ്ട്. മനുഷ്യൻ എന്തുമാത്രം അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന വർഗം എത്ര അധംപതിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എത്ര അധംപതിച്ചു എന്നുള്ളതാണ്. അതും ഒരു ശാസ്ത്രജ്ഞനാണല്ലോ, അല്ലാതെ സാധാരണ ഇല്ലല്ലോ. ഒരു കാര്യം ഗവൺമെൻറ്റും ഭരണകൂടവും പബ്ലിക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അകാലത്തിൽ യുവജനങ്ങൾ അകാലത്ത് മരിക്കുന്ന ആളെ പെട്ടെന്ന് മരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് മൗത്ത് ടു മൗത്ത് ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് പഠിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റത് റെയിൽവേ യാത്ര ചെയ്യുന്ന യാത്രക്കാർ. റെയിൽവേ നമുക്കെല്ലാം വിമാനത്തെക്കാൾ സുഖയാത്രയാണ് ട്രെയിൻ. വിമാനമാണ് ഏറ്റവും ദുരിത യാത്ര. പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിമാനത്തിൽ കയറുന്നവർക്കും കാണുമ്പോൾ എന്തൊരു ആർഭാടം, എന്തൊരു വിമാനയാത്രയാണ് ഏറ്റവും ദുരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ പോവാണ്, 10-22 മണിക്കൂറായിട്ട് കണ്ടിന്യൂഷൻ ഇരുന്ന ഇരിപ്പിലിരിക്കണം. വല്ല ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കാം. അതിപ്പോൾ എത്ര പ്രാവശ്യം പോകാൻ പറ്റും? ഇരുന്ന ഇരിപ്പിൽ ഈ എ സിക്കകത്ത്
പറക്കാണ് ശരിയാണ്, 22 മണിക്കൂർ പറക്കുന്നതാണെങ്കിലും 1 മണിക്കൂർ തന്നെയല്ലേ. അപ്പോൾ തീവണ്ടിയിലിരിക്കാൻ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കാം, ഒന്ന് കാൽ നീട്ടി കിടക്കാം, അങ്ങനെയൊക്കെ സംവിധാനമുണ്ട്. ഒന്ന് പുറത്തേക്ക് നോക്കാമൊക്കെ ഉണ്ട്. ബസ്സിലാണെങ്കിലും ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഓടി നടക്കാനും പറ്റില്ല. തീവണ്ടിയാണ് ഏറ്റവും അനുകൂലമായ യാത്ര, പ്രത്യേകിച്ച് ആ സാധാരണക്കാർക്ക്. ആ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ബഹുമാന്യരായ യാത്രക്കാരെ, പ്രത്യേകിച്ച് യുവതി യുവാക്കളെ, നിങ്ങൾക്കുള്ള ചാൻസ് കൂടുതൽ, മറ്റുള്ളവർക്ക് പ്രായമായതല്ലേ. ഇന്നലെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി PSC ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന വേണ്ടിയിട്ടാണ്. അവർ ബാത്റൂമിൽ പോയതാണ്, ഏതോ ഡോറിൽ കൂടി പുറത്തു പോയി ഇങ്ങനെ അപകടം മരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പണ്ട് റെയിൽവേ മിനിസ്റ്റർ ലാലു പ്രസാദ് യാദവ് ആയിരിക്കുമ്പോൾ ആ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ എനിക്ക് ചെറിയൊരു അവസരം കിട്ടി, ഇതിനെക്കുറിച്ചൊന്ന് ചില നിരീക്ഷണം നടത്താനൊക്കെ ആയിട്ട്. അങ്ങനെ കൊടുത്തിട്ട് പലരും നടന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ആ തീവണ്ടിയിൽ നിന്ന് മറിച്ചിട്ട പെൺകുട്ടിയുടെ കൊലപാതകം, അയാൾ ജയിൽ ചാടിയ സംഭവമില്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞ് ഓരോ കോച്ചും വനിതകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ, ഇപ്പോൾ 2 കോച്ചാണ് വനിതകൾക്ക് കൊടുക്കുന്നതെങ്കിൽ 4 കോച്ചിൽ പകുതി ഭാഗം, ഒരു കോച്ചിൽ പകുതി ഭാഗം വേണം വനിതകൾക്ക് കൊടുക്കാൻ. അപ്പോൾ ബാക്കി പകുതി അത് ഗ്രില്ലിട്ട് തിരിക്കുക. ആ ഗ്രില്ല് എന്ന് വെച്ചാൽ ചെറിയ വലിയ ശക്തമായ ഗ്രില്ലില്ല, പെട്ടെന്ന് അറ്റാത്തുന്നാൽ ഓടിക്കിടക്കാൻ പറ്റിയ രീതിയിൽ പറ്റിയ ചെറിയ ശക്തി പറഞ്ഞാൽ ഗ്രില്ലിട്ട് തിരിക്കുക. അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് പകുതി ആകുമ്പോൾ 2 കമ്പാർട്ട്മെൻറ്റ്, അപ്പോൾ മൊത്തം 4 കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാർ നിൽക്കുമ്പോഴേ ഈ പുരുഷന്മാർ എല്ലാവരും കുഴപ്പമില്ല, വളരെ കുറച്ചിലെ ഞാനിപ്പുള്ളൂ, ബാക്കിയെല്ലാം മാന്യന്മാരല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് ഉണ്ടാവില്ല, അതായത് പേടിച്ചിട്ട് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ ഒരു കോച്ചിന് പകുതി ഭാഗം കൃത്യമായിട്ട് നെറ്റിട്ട് തിരിക്കുക, അങ്ങോട്ട് കിടക്കാത്ത വിധത്തിൽ, സാധാരണയിൽ കിടക്കാത്ത വിധത്തിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നിർദ്ദേശം പറഞ്ഞു, അത് വന്നിട്ടുള്ളൂ അറിയില്ല. പിന്നെ ഏറ്റവും അപകടത്തിൽ കോച്ച് ഒന്നുമില്ല ഏറ്റവും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ. ഫ്രണ്ടിലാണ് ഇപ്പം എഞ്ചിൻ ഡ്രൈവറൊക്കെ ഉള്ളതായിരിക്കുക, ഈ ലാസ്റ്റിലാവുമ്പോൾ പെട്ടെന്ന് അറിയില്ലല്ലോ, അങ്ങനെയുണ്ട്. അത് പറയാൻ. അതുപോലെ ഈ തീവണ്ടിയുടെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കോച്ചിൻ്റെ 2 അറ്റത്താണ് ഡോറ്, ആ 2 അറ്റത്താണ് ഒരു 2 ബാത്റൂം വെച്ചാണ്. ബാത്റൂമും സൗകര്യം ഡോറിൻ്റെ അടുത്തൊക്കെയാണ് നല്ലത്, അതങ്ങനെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിൽ അപകടം വെച്ചാൽ ഈ യാത്രക്കാർ പ്രതി രാത്രിയൊക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന വഴി ഈ ഡോറ് കഴിഞ്ഞിട്ട് വേണം ബാത്റൂമിൽ കയറാൻ. അത് പല സന്ദർഭങ്ങളിലും പുറത്തു പോയി വണ്ടി ഓടിപ്പോകുന്ന വണ്ടിയല്ല, അത് 100-130 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന വണ്ടിയാണ്, അല്ലാതെ സൈക്കിളുമല്ലോ ആട്ടോ ഉണ്ടല്ലോ. അതിന് ഒരു പരിഹാരമായിട്ട് ഓരോ കോച്ചിൻ്റെയും സെൻട്രൽ ഭാഗത്ത്, അത് ഇവിടെ ഈ അറ്റത്ത് വച്ചിരിക്കുന്ന 2 ബാത്തുകൾ സെൻട്രൽ ഭാഗത്ത് വയ്ക്കുക. അപ്പോൾ അതിന് വലിയ ഗുണം വെച്ചാൽ ഒരു കോച്ചിന് പകുതി ദൂരം നടന്നാൽ എത്താൻ പറ്റും, ഇവിടുന്ന് വരാൻ പറ്റും. ഡോറ് സാധ്യത പോലെ കോച്ച് 2 അറ്റത്ത്, ഡോറിൽ നടക്കു വയ്ക്കാൻ പറ്റില്ലോ അറ്റത്ത്. അങ്ങനെ ഒരു പരിഷ്കാരം വേണമെന്ന് റെയിൽവേയുടെ നമ്മൾ ആദ്യമായിട്ട്, ഇന്നിപ്പോൾ സമയം കഴിഞ്ഞില്ലേ, നമ്മളൊരു നിർദ്ദേശം വയ്ക്കാൻ പ്ലാൻ ചെയ്യണം. അത് അങ്ങനെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ എന്താണ് പറഞ്ഞത്, 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് ഇന്ത്യയിലുണ്ടായില്ലെങ്കിൽ കാര്യമായിട്ടുണ്ടായില്ല, ചില അപൂർവ സ്ഥലമായി കേരളത്തിൽ കുറച്ചൊക്കെ ഉണ്ടായി. അത് നല്ലത് തന്നെ, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നത്, അതിൽ ശരിയാണോ ചോദ്യമൊക്കെ ചോദിച്ചതെന്ന് പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം നമ്മൾ ആദ്യം പറയാണ്, അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ യൂണിഫോം അച്ഛൻ്റെയോ കന്യാസ്ത്രീയോ പുരോഹിതൻ്റെയോ സന്യാസിയുടെയോ യൂണിഫോം ഇട്ട് ബൈബിളും ഖുർആനും ഗീതയും കയ്യിൽ പിടിച്ചോണ്ട് സാമൂഹ്യ സേവനത്തിൽ ഇറങ്ങണ്ട. അതൊക്കെ പള്ളികളിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ മോസ്കിൽ ചെയ്താൽ മതി. പബ്ലിക്കായിട്ട് ജനസേവനത്തിന് വേണ്ടി ഖുർആൻ കൈ പിടിച്ചുകൊണ്ടും ഗീത കൈപ്പിടിച്ചോണ്ടും ബൈബിൾ കേൾപ്പിച്ചോണ്ടും കന്യാസ്ത്രീ വേഷത്തിലും അച്ഛൻ്റെ വേഷത്തിലും പുരോഹിതൻ്റെ വേഷത്തിലും മൊയ്ലാരുടെ വേഷത്തിലൊന്നും ഇറങ്ങണ്ട.
അതൊക്കെ നിങ്ങൾ അമ്പലങ്ങളിൽ ആരാധനാലയങ്ങളിൽ നടത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കണമെങ്കിൽ സാധാരണ മനുഷ്യരായിട്ട് പോകണം. നിങ്ങൾ ഹിന്ദുവായിട്ട് പോകാം, ക്രിസ്ത്യാനായിട്ടോ മുസ്ലിമായിട്ടോ അതും കുഴപ്പമില്ല, അത് പേരിൽ മാത്രം. അല്ലാതെ രൂപത്തിലും ഭാവത്തിലും അതിന് പിന്നെ ഗ്രന്ഥങ്ങളുമായിട്ട് പോയി ചെന്ന് തട്ടിപ്പനാണ്, മതപ്രചരണം തന്നെയാണ്. ഒരു സംശയമില്ല. ആധുനിക ശാസ്ത്രം പറയുന്നത് പെരുമാറ്റത്തിന് ഉദ്ദേശമുണ്ടെന്നാണ്. ഇപ്പം ഞാൻ ഇങ്ങനൊന്ന് തിരിഞ്ഞാലും ഉദ്ദേശമുണ്ട്, കാരണം എനിക്കെന്തോ കാണാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ എല്ലാ പെരുമാറ്റങ്ങളും ഉദ്ദേശമുണ്ടെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. മോഡേൺ സൈക്കോളജി അത് വളരെ കറക്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മതപ്രചരണത്തിൽ ഇറങ്ങുന്ന, ബൈബിളായിട്ട് ഇറങ്ങുന്ന കന്യാസ്ത്രീകളും അച്ഛനായാലും, അല്ലെങ്കിൽ ഖുർആൻ പിടിച്ചിറങ്ങുന്ന മൊയിലാരാണെങ്കിലും, ഗീതയൊക്കെ പിടിച്ചു നടക്കുന്ന സന്യാസി വര്യന്മാരായാലും, അവരൊന്നും ആത്മാർത്ഥമായിട്ട് ഉദ്ദേശമല്ല, അവരൊക്കെ ദുരുദ്ദേശമാണ്. ഉദ്ദേശമുണ്ട്. ഇന്നലെ നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പറഞ്ഞ പോലെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ചിഹ്നമായിട്ട് പോവില്ല. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ട്, ഒരുമിച്ച് കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരാ ആപത്തിൽ സഹായിക്കും, സാമ്പത്തികമായിട്ട് നന്നാക്കാൻ നോക്കും, വിദ്യാഭ്യാസം കൊടുക്കും, എല്ലാം കൊടുക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിലെ കന്യാസ്ത്രീമാരോ അല്ലെങ്കിൽ മിഷണറിമാരെ കൊണ്ട് മതപ്രചരണം നടത്തിയിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാക്കി പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് സഭയോടും സഭാ നേതൃത്വത്തോടും കന്യാസ്ത്രീകളോടും പുരോഹിതന്മാരോടും ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരോടും പിന്നെ മൊയ്ലിയാക്കന്മാരോടും സന്യാസിമാരോടും പറയാണ്. സർക്കാരിനും സർക്കാരിൻ്റെ പോലീസും അതിനുവേണ്ടി വിലയേറിയ സമയവും പണവും നഷ്ടപ്പെടുത്തരുത്. ഗ്രൂപ്പ് ഉണ്ടാക്കരുത്, സങ്കീർണമാക്കരുത്. അത് വലിയ ആപത്തെയും നാട് നല്ലതുമില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഒരുത്തരും മതം മാറണമെങ്കിൽ അവൻ മാറിക്കോട്ടെ, അതിനിപ്പോഴത്തെ കുഴപ്പം. അവൻ വിഷയം പഠിച്ചിട്ട് എനിക്ക് ആ മതം താല്പര്യമുണ്ട്, അങ്ങനെ വരാം, അത് തെറ്റില്ല. അല്ല ഗ്യാങ്ങായിട്ടോ കൂട്ടായിട്ടോ അരിയും ചോറും കൊടുത്ത്, ജോലി കൊടുത്ത്, മറ്റു കൊടുത്ത്, മറിച്ചു കൊടുത്ത്, സഹായം കൊടുത്ത് അങ്ങനെ ചെയ്യരുത്. ഇവിടെ മറ്റൊരു വശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, എന്നാൽ ജയിൽ ചാടിയ സ്വാമി, ഏതോ ക്രിസ്ത്യൻ പേരൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളൊരു 15 ലക്ഷം രൂപയിൽ പരം കൊടുത്തോന്ന്. ബാക്കി അതുപോലെ 4 or 5 വക്കീലന്മാർ എല്ലാം കൂടി 2 കോടി രൂപയോളം ചിലവായിട്ടാണ്. ആര് കൊടുത്തു? 2 കോടി രൂപ ആര് കൊടുത്തു? ഒരു റോഡില് തെണ്ടി നടക്കുന്ന ഒരു കുഷ്ഠരോഗി ഗർഭിണിയായെങ്കിൽ അതിന് ഏതോ ഒരു പുരുഷൻ ഉത്തരവാദിയായിരിക്കുമല്ലോ, അത് തന്നെ ഗർഭം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ സ്വാമിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേസ് എടുത്താൻ വക്കീൽ ഫീസ് കൊടുത്തെങ്കിൽ അത് ആര് കൊടുത്തു? പണ്ടൊരു ആകാശ പറവയൊക്കെ പറയുന്നുണ്ട് പേരൊക്കെ. ആര് കൊടുത്തു? അവർക്ക് എന്താണ് ഉദ്ദേശം? അവർ എവിടുന്ന് പണം കിട്ടുന്നു? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സംഘപരിവാർ ആയാലും പറ്റില്ല, BJP ആയാലും പറ്റില്ല, ഇതെല്ലാം പരിശോധിച്ച് അണുമണി വ്യത്യാസമെല്ലാം പിടിച്ച് എല്ലാത്തിനകത്തണം. അത് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയും കൊള്ളാം. അങ്ങനെ നിങ്ങൾ സംഘപരിവാറിന് സാധിക്കുമെങ്കിൽ അത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ സ്നേഹമായിരിക്കും. തുറന്നു പറയാണ്, ഒരു ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അങ്ങനെ മതപ്രചരണത്തിന് വേണ്ടി വിദേശത്ത് പണം കൊടുന്ന് പന്നിയെ പോലെ തിന്ന് ചേർത്ത്. പണ്ട് കാലത്ത് ക്രിസ്ത്യൻ സമുദായം മാത്രമേ ഉള്ളൂ, ഇപ്പം മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ഹിന്ദുക്കൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചെങ്കിലും. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട യുവാക്കൾ 10,000 കണക്കിന് വെന്തു നേറി നടക്കുന്നുണ്ട്. അത് അല്ലും പിന്നോക്കലാണ് അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്രിസ്ത്യൻ മിഷണറും ഇപ്പം മുസ്ലിം മിഷണറും പിന്നെ ഹിന്ദു പുരുഷന്മാരും വിദേശ പണം കൊണ്ടുപോയിട്ട് തിന്ന് സുഖിച്ച് പന്നി പോലെ ചേർത്ത് കിടക്കുമ്പോഴേ ഈ പാവപ്പെട്ട ഇന്ത്യൻ മണ്ണിൽ ഉടമകളായ ദളിത് സംസ്കാരം വന്ന ദ്രാവിഡ സംസ്കാരമുള്ള 10,000 യുവാക്കൾ വെന്തു നേറി നടക്കുകയാണ്. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് ചെയ്തൊക്കെ ചെയ്ത് പോട്ടെ. ബ്രിട്ടീഷുകാർ കൂടെ നിന്ന് ചെയ്ത്, രാജാവിൻ്റെ കൂടെ നിന്ന് ചെയ്ത്, കോൺഗ്രസ് കൂടെ നിന്ന് ചെയ്ത്, BJP കൂടെ നിന്ന് ചെയ്തൊക്കെ പോട്ടെ. ഇനിയെങ്കിലും അനാവശ്യമായിട്ട് മതപ്രചരണത്തിന് വേണ്ടി പണം മുടക്കുകയോ സമയം ചിലവാക്കുകയോ അധ്വാനിക്കുകയോ ചെയ്താൽ, ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെന്ന് ജനതാദൾ നാഷണലിസ്റ്റ് പോലെ പാർട്ടികൾ പറയുന്നത്, അങ്ങനെയുള്ളവരെ മുട്ടുകാല് തല്ലി കൊടുക്കും. വേറെ ജയിലിൽ കൂടി ഇട്ടാൽ പോരാ. ജയിലിൽ കൂടി ഇട്ട് പിന്നെ സർക്കാർ ചിലവല്ലേ, പണം കൊടുക്കണ്ടേ? മുട്ടുകാല് തല്ലി പിടിക്കണം, വെടിച്ചു കൊല്ലല്ല. അതൊക്കെ വലിയ റിസ്ക്കാണ്.
അത് യുവാക്കൾ ഇറങ്ങിയിട്ട് മുട്ടുകാൽ തെല്ലുപിടിക്കണം. വ്യക്തമായിട്ട് തെളിവുണ്ടെങ്കിലോ ഒന്നും നോക്കണ്ട, മുട്ടുകാൽ തെല്ലുപിടിച്ച മേലെ ആ പണി വേണ്ട, അത് വീട്ടിലിരുന്നാൽ മതി. അത് നിന്റെ അമ്പലത്തിൽ, നിന്റെ ചർച്ചിൽ, നിന്റെ മോസ്കിൽ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നിന്റെ വീട്ടിലിരുന്നാൽ മതി. പബ്ലിക് ഇറങ്ങി ചെയ്യണ്ട എന്ന് പറയാനുള്ള തൻ്റെ ചെറുപ്പക്കാർ കൂടെ വരും, ഒരു യുവാക്കൾ തയ്യാറാവും. അവിടെ ആവശ്യമില്ലാത്ത വേഷം കെട്ട് ഇറക്കരുത്. പിന്നെ സ്വാധീനിച്ചും സംഘടിത ശക്തിയുടെ പേരിൽ സമരം ചെയ്തൊന്നും അകത്തായ കുറ്റവാളികൾ പുറത്താക്കാമെന്ന് വിചാരിക്കേണ്ട, അതും നടക്കാൻ പോകുന്നില്ല. അതേ സ്ഥാനത്ത് നിരപരാധികളാണെങ്കിൽ അവർ പുറത്താക്കണം. അതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കിടപ്പുണ്ട്. ഈ കോൺഗ്രസിലെ CPM-നെയും നേതാക്കളും MP-മാരും MLA-മാരും ഒരക്ഷരത്തെക്കുറിച്ച് മിണ്ടിയുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അറിയാം ഓർക്കിങ്ങനെ ഉണ്ടെന്ന്. കേവലം 2 കന്യാസിമാരെ ജാർഖണ്ഡിൽ അല്ല ഛത്തീസ്ഗഡിൽ പോലെ അകത്തായി റിമാൻഡ് ചെയ്തുള്ളൂ, ജയിലല്ലോ. റിമാൻഡ് ജയിൽ വ്യത്യാസമുണ്ട്. ആക്കിയപ്പോൾ നമ്മുടെ സട കുടഞ്ഞ് എഴുന്നേറ്റു. അത് ശരി തന്നെയാണ്, സംശയമൊന്നുമില്ലെന്നേ. പക്ഷെ അതേം നിങ്ങൾ എന്താണ് ഇത് കാണാത്തത്? കടുക് ചോദ്യത്ത് കാണും, പക്ഷെ നാളികേരം ചോദ്യത്ത് കാണാത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഈ നാളികേരം ചോദ്യം കാണാത്തത്? നാളികേരം ചോദ്യം അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ കിടക്കുന്ന ജയിലിൽ വിചാരം കൂടാതെ തടുകൂടായിട്ട്. അപ്പം അത് വേണ്ട, നീതി എല്ലാവർക്കും വേണം. 10 വോട്ട് കിട്ടുള്ള പ്രതീക്ഷയിൽ 10 വോട്ട് എവിടെ നിന്ന് കിട്ടാനാണ്? എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്? ഇതൊന്നും ഒരു കുഞ്ഞും പറയില്ല. എന്തിനാ പറഞ്ഞ് അവനെ മുഷിപ്പിക്കണം? നമുക്ക് എങ്ങനെ നിന്ന് ജയിച്ച് MLA കഴിവെങ്കിൽ മന്ത്രിയായ പോലെ. ഇത് മോൻസി ജോസഫ്, അന്ന് മോൻസി ജോസഫ് പറഞ്ഞത് ഇതാണ്, നമ്മുടെ ഇതൊരു ഒക്കബില്ല് നിയമത്തിൽ അവിടെ ചെന്ന് പറഞ്ഞുണ്ടാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും മോൻസി ജോസഫ് പറയും. ജോസഫ് മണ്ഡലം സുരക്ഷമാണല്ലോ, അതുകൊണ്ട് ജോസഫിനത് പറയാം. പക്ഷെ പറയണം, ഇപ്പം എന്താണ്, സുരേഷ് കുറുപ്പിന് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ അർഹതയുണ്ട്, ചാൻസ് ഉണ്ട്. എടോ മോൻസി ജോസഫേ, നെറികെട്ടവരെ, നീയൊക്കെ എത്ര കൊല്ലം ഈ സ്ഥാനത്തിരിക്കുന്നത്? എത്ര പ്രാവശ്യമായി? അത് നീ പറയാണ്, നീ തന്നെ പറയും. കാരണം അത്ര കണ്ട് ജനങ്ങൾ വെറുക്കുന്നുണ്ട്. പറയാണ് സുരേഷ് കുറുപ്പ് ഏത് മത്സരം യോഗ്യത. അപ്പോൾ ഈ ഇതിലെ 10, 20, 30 വർഷം കൊടി പിടിച്ച് നടന്നവരും വെള്ളം കോരി നടന്ന് മുദ്രാവാക്യം നിൻ്റെയൊക്കെ സൂട്ട് കേസ് വാങ്ങി വന്നവരൊക്കെ അവർ പഞ്ചായത്ത് മെമ്പറാകണ്ടേ, അവർ MLA ആകട്ടെ, അവർ MP ആകട്ടെ. 5 വർഷത്തിലേക്ക് ഒരിക്കൽ MLA വരുന്നുള്ളൂ, കൊല്ലത്തില്ലല്ലോ. എന്നിട്ട് പറയണു സുരേഷ് കുറുപ്പ് ഏത് 10, 70, 80 വയസ്സുണ്ട്, എല്ലാ ആനുകൂല്യം പറ്റി സമ്പാദിക്കാതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് സുരേഷ് കുറുപ്പിന് ഏത് സ്ഥലത്തും ഏത് മണ്ഡലത്തിലൊക്കെ അർഹതയുണ്ടത്. ആരോടോ താനിത് പറയുന്നതൊക്കെ? നിങ്ങൾ ചെറുപ്പക്കാരെ പറയും, പുതിയൊരാളുടെ പേര് പറയുന്നത് നീ തന്നെ ഞാൻ പറയുന്നത്. എനിക്കറിയാം നിങ്ങൾ UDF-ൽ നിന്നുകൊണ്ട് അവിടെ ചെന്ന് പിന്നെ നമ്മുടെ ഇതിന് പിന്തുണ കൊടുത്തൊക്കെ ആർക്കാണ്? ഒക്കബോർഡിൽ യാതൊരു അവകാശമില്ല. ഒക്കബോർഡിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ഇന്ത്യയിൽ യാതൊരു ബന്ധമുള്ള വിഷയമല്ല. ക്രിസ്ത്യൻ സമുദായമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയമാണ് ഒക്കബോർഡും ക്രിസ്ത്യൻ സമുദായം. അതിന് വേണ്ടി പക്ഷം പിടിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴേ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ മോൻസി ജോസഫൊക്കെ. കാരണം അവർ ചെറിയൊരു മേഖല പോക്കറ്റ് സുരക്ഷിതമാണ്, ലീഗുകാർക്കുള്ള പോലെ. അതല്ലല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞത്, അതല്ലല്ലോ കേരളം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ് സുരേഷ് ഗോപി ഏത് മണ്ണ് നിൽക്കുന്നത്. അപ്പോഴും ഇന്നലെ വരെ 20-30 വർഷം പണി ചെയ്ത് സാധാരണക്കാരൻ്റെ വികാരം ഈ കഴിവർ മക്കളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? അവന് സൂഹിക്കണം, അവന് ആക്കണം. ഇപ്പം വെളിയിൽ തന്നെ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണ് ഇവിടെ കോൺഗ്രസ് എന്ത് നിലവിളിക്കണ്ടോ? എവിടെ സുരക്ഷിതമായ സീറ്റ് കൊടുക്കണം. RSS എതിരെ പറഞ്ഞുകൊണ്ട് ഇനി വലിയ പ്രശ്നമാണ്. എന്നിട്ട് മുകളിൽ ഊറ്റുമല്ലോ കാശ് വീഴോ? മുകളിൽ സീറ്റുകളിൽ കുഴപ്പമില്ല. എത്ര പ്രാവശ്യം MP MLA-ക്കായി, മന്ത്രിയായി. അതിൻ്റെ കഴിവുകൊണ്ട് അത് പോയെന്നുള്ളൂ. അപ്പോഴും പുതുമുകൾക്ക് വേണ്ടേ? ഒരു കാര്യം ജനതാദൾ നാഷണലിസ്റ്റ് പോലുള്ള പാർട്ടികൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 30 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവർക്ക് സീറ്റ് ഉള്ള ആളായിരിക്കണം. 30 വയസ്സിൽ മുകളിൽ പോകണം, 60 വയസ്സിൽ താഴെ ആയിരിക്കണം. ബാക്കി ഒരു കുഞ്ഞിനെയും 30 വയസ്സിൽ താഴെ ആർക്കും അവസരം കൊടുക്കരുത്. അവന് വോട്ട് ചെയ്യട്ടെ. എന്നിട്ട് വോട്ടിംഗ് പ്രായം 16 വയസ്സാക്കണം. ഇവിടെ 10-10ാം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. അത് കഴിഞ്ഞാൽ
അവർ തിരിച്ചറിവ് ഉണ്ടാകണം. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം ലക്ഷ്യമില്ലോ. അങ്ങനെ ഒരു 16 വയസ്സാണ് വോട്ട്. ഇപ്പം 21, 25, 21, 18, 16 16 വയസ്സ് മുമ്പ് ഞാൻ ഒരു ഫാദർ അടപ്പൂറുണ്ട്, അതേ മരിച്ചു. കോഴിക്കോട് ഒരു അച്ഛനാണ് എറണാകുളത്ത് പോണത്തോട് താമസിച്ചതാണ്, ഞാൻ താമസിച്ച അടുത്ത് തന്നെയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഷാ ഇവിടെ എവിടെ ലോകത്ത് എവിടെയെങ്കിലും ചോദിച്ചു. അപ്പം ഞാൻ അടപ്പൂർ സാറേ, എന്താ നമ്മൾ ലോകം നോക്കും, നമുക്കെന്നോട് മാതൃകയായിക്കൂടാ, നമുക്കെന്നോട് മോഡലായിക്കൂടാ. അങ്ങനെ ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് പറഞ്ഞ് 16 വയസ്സ് തികഞ്ഞവന് വോട്ടിംഗ് പവർ ആക്കണം. പക്ഷെ മത്സരിക്കാൻ 30 വയസ്സ് കഴിയണം, 60 മുമ്പായിരിക്കണം. 60 മുമ്പ് 30 ശേഷം 60 മുൻപ് 30 ശേഷമുള്ള ആൾക്ക് മാത്രമേ മത്സരിക്കാവൂ. അങ്ങനെ മത്സരിച്ചവരിൽ 2 പ്രാവശ്യം MLA MP ആയവർക്ക് സീറ്റ് കൊടുക്കരുത്. അങ്ങനെ കർശനമായിട്ട് പോളിസിയാണ് വരുന്നത്. നിങ്ങൾ ഇതൊക്കെ തമാശയാണ്, ഇത് നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നടക്കും, അപ്പം നടക്കും. ജനങ്ങൾ സജ്ജമായി നടക്കും. ജനങ്ങൾ ഇത് സജ്ജമാണ്, അവർ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. 30 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം, 60 വയസ്സിന് മുമ്പുള്ളവരായിരിക്കണം, 2 പ്രാവശ്യം ജയിച്ചവരും ആയിരിക്കരുത്, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ചവരായിരിക്കരുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ MP ആയിട്ട് MLA ആയിട്ട് സ്ഥാനാർത്ഥിത്വം പാർട്ടി കൊടുക്കാവൂ. ഇത് നിയമമൊന്നും വേണ്ട, പാർട്ടി തീരുമാനിച്ചാൽ മതി. ഇതൊന്നും അസംബ്ലിയിലേക്ക് പാർലമെന്റിൽ പോയി നിയമം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് പാർട്ടി തീരുമാനിച്ചാൽ മതി. അത് നമ്മൾ വനിതാ സംവരണ ബില്ല് വേണ്ടി എത്ര പാടുപെട്ട് ഊതി വീർപ്പിച്ച് ബലൂൺ അതുപോലെ എടുത്തല്ലോ പാർലമെന്റിൽ. എന്ത് കിട്ടി? എത്ര വർഷമായി? ഇനി 31 കഴിയണം, അതിൻ്റെ പേരിൽ കിട്ടിയില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഈ നെറികെട്ട രാഷ്ട്രീയക്കാരോട് പറയണം, ഇങ്ങനെ തന്നെ പറയും, ഇനി ഒട്ടും മാമാതിരിക്കില്ല. നിങ്ങൾ എന്തിനാണ് ഈ നിയമത്തിന് പുറകെ പോയത്? എന്താണ് ഈ നിയമം? നിങ്ങൾ പാർട്ടി തീരുമാനിച്ച പോരെ. ഇപ്പൊ CPIMF കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയിലെ നാഷണൽ കമ്മിറ്റി പറയാണ്, ശരി, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 30, 40, 50 അത് നിങ്ങൾ തീരുമാനിക്കുക, അത്രയും ശതമാനം റിസർവേഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ സംവരണം കൊടുക്കും. അത് നിങ്ങൾ പറഞ്ഞാൽ പോരെ. നിങ്ങൾ പറഞ്ഞാൽ മറ്റുള്ളവരും പറയും. അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, അപ്പം നിയമം പിന്നെ പാർലമെന്റിൽ പോകാൻ രേഖാമൂലം പോകണം. രേഖയുടെ ആവശ്യം എന്ത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു മുസ്ലിം പള്ളിയെടുത്ത് വഴിക്ക് വേണ്ടി ഒരു വിഷയം വന്നു. പള്ളിയുടെ സ്ഥലത്ത് ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു തർക്കമായി, നമ്മൾ ഇടപെട്ടപ്പോൾ നമ്മളെന്താ പറഞ്ഞു, നിങ്ങൾ എഴുതിയും കൊടുക്കട്ടെ, നിങ്ങൾ ആ സ്ഥലം വിട്ടുകൊടുത്താൽ മതി, പിന്നെ ഒരു വിഷയമില്ല. അത് നിങ്ങൾ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവന ഇട്ട് വാങ്ങിച്ചോ, മാർക്കറ്റ് വിലയുടെ ഇരട്ടി കാശ് വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അപ്പോൾ ഒരു നാട് ഒന്നാകട്ടെ, ഒരു രേഖയും കൊടുക്കണ്ട, തുറന്നു കൊടുത്താൽ മതി. വഴിക്ക് തുറന്നു കിട്ടിയാൽ പിന്നെ ഒരു രേഖയൊന്നും ആവശ്യമില്ല. വഴിയായി ഒരിക്കൽ പ്രഖ്യാപിച്ചോ, അത് പിന്നെ അത് ലോകാവസ്ഥ വരെ ഉണ്ടാവും. ആ നിയമമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേക നിയമമൊന്നും ആവശ്യമില്ല. അതുപോലെ പാർട്ടി പറയാണ്, വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങളുടെ പാർട്ടി വനിതകൾക്ക് 31%, 50% എത്രട്ടെ സംവരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചാൽ വേറെ ആരാരും ചോദിക്കാൻ? അപ്പോൾ എല്ലാ പാർട്ടി ചെയ്തോളും. അതിനാണ് വെറുതെ ആവശ്യമുള്ള നിയമം കൊണ്ടത്. നിയമം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ത് ഇനി 25, 24 നിയമം ഉണ്ടാക്കിയിട്ട് ഇനി എത്രയുണ്ട്? 31, 7 വർഷം 2 ലക്ഷം കഴിയണം. 5, 6 2 ലക്ഷം കഴിയും. അതിൽ 10 വർഷം കഴിയും. 2 ലക്ഷം കഴിയണം ഇത് വരിക. അതൊക്കെ നടക്കാൻ വേണ്ടിയാണോ? അന്ന് ഈ നിയമം ഉണ്ടാക്കിയാൽ ലോകത്തിനുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പ് നിയമമാണ്. അതൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ കബീർദാസ് പോലെ മൺ ചങ്കാത്തോ കടവത്തിലും ഗംഗ, നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഈ മരപ്പാത്ത് ഗംഗ ഇട്ടെന്ന് പറഞ്ഞ നിങ്ങൾ നിയമം ആത്മാർത്ഥമാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞാൽ മതി. എന്താണ് ഇതെല്ലാം? എങ്ങനെ ചില മരിക്കുളം നിലവിലുള്ള ഈ ഭൂഷകൾക്ക്, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഭൂഷ സ്വഭാവമാണ് ഭരണകക്ഷികൾക്കുള്ളത്, അല്ല സ്ഥാപനമല്ല. അവർക്ക് അധികാരം കിട്ടും, അവർക്ക് കാലം നിൽക്കണം. ഇപ്പോഴും അത് വെളി തന്നെ പേര് അതുപോലെ, അല്ലെങ്കിൽ ഇപ്പം സുരേഷ് കുറുപ്പിൻ്റെ പേര് അല്ല. ഇവർക്ക് കിട്ടിയ മതിയോ അധികാരം? ഇവർക്ക് മതിയോ? എല്ലാവർക്കും അവകാശങ്ങൾ, തുല്യ നീതി വേണ്ടേ? അതെന്താ നിങ്ങൾ കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റുകാർ, കേരള കോൺഗ്രസ്സുകാർ നിങ്ങൾ പറയാത്തത്? എനിക്ക് പ്രത്യേകം ഞാൻ ചോദിക്കുകയാണ്. അയാൾ ഈ മോൻസി ജോസഫിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം അല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അദ്ദേഹം പറയാണ് ഈ കുറുപ്പിന് ഏത് മണ്ണ് നിൽക്കാനുള്ള യോഗ്യത. എന്താണ് യോഗ്യത? 8-10 ദിവസം നിന്നല്ലേ, ജയിച്ചു നോക്കുന്നതല്ലേ? വയസ്സ് 72 വയസ്സോ ഇല്ലേ?
ഇവിടെ 30-40 വർഷം പണിയെടുത്ത് പ്രവർത്തിച്ച ആയിരക്കണക്കിന് 10,000 ആത്മാർത്ഥമായി പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസിലും BJPയിലൊക്കെ ഉണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ അവർക്കൊരു അവസരം കൊടുക്കണ്ടേ? അത് നിങ്ങൾ ചിന്തിക്കാത്തത്. ബുദ്ധിയുള്ള മനുഷ്യത്വമുള്ള രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ 2 പ്രാവശ്യം ജയിച്ചൊരു സ്വയമേ മാറി നിൽക്കണം. ഞാനില്ല, നിങ്ങൾ അടുത്ത ആൾക്ക് കൊടുക്കൂ, അത് കിട്ടെ. അവിടെയല്ല മനുഷ്യത്വം, അവിടെയല്ല പിന്നെ സാമൂഹ്യ നീതിയും മാന്യതയും അനുഗമി സഹായിക്കൊള്ളു, അനുഭൂതിയൊക്കെയുള്ളു. അങ്ങനെ പറഞ്ഞ എത്ര നേതാക്കളുണ്ട്. ഇത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ചില കോർപ്പറേഷൻ ചെയർമാൻ ഇരിക്കുന്നത് നടക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥ. രോഗം വന്ന് വയസ്സായിട്ടാണ് വയസ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായാധിക്യം ഒരു അത് അവസ്ഥ ആർക്കും ഉണ്ടാവും, എനിക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ സ്ഥാനത്ത് മാറ്റാൻ ഈ ഭരിക്കുന്ന കക്ഷിയോ അല്ലെങ്കിൽ പാർട്ടി പറയുന്നില്ല. പാർട്ടി പറഞ്ഞാലേ ഉള്ളൂ. പാർട്ടി പറയാൻ പറ്റില്ല, അയാൾ മരിക്കണം, അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ സ്ഥാനം കഴിഞ്ഞിരിക്കട്ടെ. അതല്ല സിമ്പതി. പാർട്ടിക്ക് അങ്ങനെ ഒരു പാർട്ടി അനുഭാവിക്കുന്ന നേതാവിനോ പോരായി പാർട്ടി അവരെ അന്വേഷിക്കണം. അത് തെറ്റ്, അന്വേഷിക്കാൻ മതിയാവും. അത് പബ്ലിക്കിന്റെ അടുത്തല്ല, അത് വല്ല പ്രോഗ്രാം നടക്കണ്ടോ? ഉദാഹരണമായി GCDA, എറണാകുളം കല്ലൂർ GCD എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷേ കൃഷ്ണകുമാറിന്റെ കാലത്ത് അതിനുശേഷം കാലത്തൊക്കെ എന്തെല്ലാം നടന്നു, എന്തെല്ലാം വകുപ്പ് വികസനങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും സംഭവം കഴിഞ്ഞ 5 വർഷം, ഇപ്പോൾ തീരാമുള്ള 5 വർഷം GCDയിൽ ഈ ചെയർമാൻ ശേഷം വന്നിട്ട് നടത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു അറിയപ്പെടുന്ന പരിഷ്കാരം? പണ്ട് കൃഷ്ണകുമാർ ആയിരുന്ന കാലത്ത് അല്ലെങ്കിൽ മറ്റ് കളക്ടറായിരുന്ന കാലത്തൊക്കെ എന്തെല്ലാം വിഷയം പല പോരായികട്ടിലും നമ്മുടെ ജില്ലയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ കളക്ടർമാർ, ഇപ്പോൾ കളക്ടർ വന്നിട്ട് 5 വർഷമായാലും കളക്ടർമാർ എന്തെങ്കിലും അറിയപ്പെടുന്ന ഒരു പദ്ധതി. മെട്രോൻ്റെ കാര്യം വന്ന്, വിമാനത്താവളം വന്ന്, സ്റ്റേഡിയം വന്ന്, PHയുടെ വാട്ടർ ടാങ്ക് അതോട്ട് കാര്യം മരടിൽ വന്ന്. ഇത് അതുപോലെ എന്തെങ്കിലും സമയം പിന്നെ പിണറായിയുടെ കാലത്ത് GCയുടെ കാലത്ത് നടന്നിട്ടുണ്ടോ? അത് നടക്കുന്നില്ല. എല്ലാം സ്വാർത്ഥ താല്പര്യവും സ്വന്തം താല്പര്യത്തിന് മാത്രം. യോഗ്യതയുള്ള ആരും എടുത്തിട്ടില്ല മന്ത്രിസഭയിൽ, കഴിവുള്ള ഒരാളും ഇല്ല. ഒക്കെ സ്വാർത്ഥ താല്പര്യം വളഞ്ഞു ഒത്തി പറ്റി നിൽക്കുക. ഞാൻ വല്ല ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് സങ്കടം കൊണ്ട് പറയാണ്. അത്രയും നിസ്വാർത്ഥമായിട്ട് പണിയെടുത്ത ഒരു ഡോക്ടറുടെ നടപടി എടുക്കാൻ പോകുന്നു. അയാളുടെ കാലത്തല്ല, അയാൾ 2 വർഷം മുമ്പാണ് ഈ അവിടെ കളവ് പോയിരിക്കുന്നത്, അയാൾ നഷ്ടപ്പെടുന്നത്. ഇദ്ദേഹം വെച്ചാൽ ആദ്യം 1 വർഷമായിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹം ഞാൻ കണ്ടിട്ട് പോലുമില്ല. അയാൾ പ്രവൃത്തി മാത്രം കണ്ട് പറയുന്ന, ഞാൻ പേര് പോലും ശ്രദ്ധിച്ച ആളെ കണ്ടിട്ടുമില്ല. എങ്കിലും പറയാണ് 1 വർഷമായിട്ടുള്ള ചാർജ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം കൊടുത്തേക്കാണ്. അപ്പോൾ ഇന്ന് ഇന്ന് പിണറായിയുടെ പോലീസേ ആ മഞ്ചേരിയിൽ മറ്റേ ഒരു ഡ്രൈവറെ കരണത്തടിച്ച ഡ്രൈവറെ, ഇത് പോലീസ് GP ഡ്രൈവർ ഒരു ഡ്രൈവറെ കരണത്തടിച്ചാണ്. ആരോടോ തൻ്റെ കാരണവരെയാണോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി അറിഞ്ഞില്ല. പറഞ്ഞ ഡ്രൈവറല്ലാതെ ഡ്രൈവർ ഡ്യൂട്ടിയുള്ള അല്ലാതെ ജീപ്പ് ഓടിക്കാൻ പാടില്ല. ഒരു SIക്ക് ജീപ്പ് ഓടിച്ചു പോകാൻ പാടില്ല. ചിലപ്പോൾ ഓടിക്കണ്ടായിരിക്കും, നിയമം ഡ്രൈവർക്ക് ഓടിക്കാൻ SIക്ക് അധികാരമില്ല. ആ പോലീസ് ഡ്രൈവർ തന്നെ ആയിരിക്കണം. അല്ല പോലീസ് ഡ്രൈവർക്ക് വണ്ടി നിർത്തുക, സീറ്റിൽ ഇറങ്ങേണ്ട തന്നെ കാര്യമില്ല. പിന്നെ സ്വന്തം പോലീസുകാരെ അല്ലെങ്കിൽ കൂടുതൽ സഹപ്രവർത്തകർ ആക്രമിക്കുകയാണെങ്കിൽ ഇറങ്ങി സഹായിക്കുക. അത് മാനുഷിക പരിഗണന, നിയമം ചേർക്കേണ്ട കാര്യമില്ല. ആ സീറ്റ് ഇറങ്ങാനില്ല. ആ വിധി കോതയാണ് ഇറങ്ങിയിട്ട് അവർ കരണത്തടിച്ചാണ്. എന്ത് നീതിയാണത്? നിങ്ങൾ ജനങ്ങൾ പുല്ല് വില കൊടുക്കുന്നില്ലേ? ജനങ്ങൾക്ക് ഒരു വിലയില്ലേ? ഞാൻ ഇവിടെ ഹെൽമെറ്റ് ഇടാതെ ഒരാൾ പോയി, അത് കർശനമായിട്ട് പിടിച്ച് ശിക്ഷ കൊടുക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഇത്ര ധൃതി നിർബന്ധം? അങ്ങനെ നിയമമുണ്ട്, ഓക്കെ. ആ നിയമം ഹെൽമെറ്റ് വേട്ട ഇട്ടല്ല. ഹെൽമെറ്റ് വേട്ടയേക്കാൾ നല്ലത് ഓവർ സ്പീഡ് നിയന്ത്രിക്കുക, പിന്നെ എന്താണ്, വെള്ളം അടിച്ച് മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക. ഈ 2 കാര്യം ചെക്ക് ചെയ്താൽ അപകടം 90% കുറയും. മറ്റത് മദ്യമടിച്ച് വെള്ളം ഓടിക്കാനും ഓവർ സ്പീഡ് എടുക്കാനും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടാകുന്ന സർവ്വ അപകടങ്ങളിൽ 95% മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിച്ചും ഓവർ സ്പീഡുമാണ്. ഇത് വണ്ടിയുടെ ബ്രേക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ പോലും
അപകടം ഉണ്ടായി കുറയും ഈ രണ്ട് കാര്യം. അത് ചെക്കണി പോലീസ് പണിയുണ്ട്. സ്പീഡ് നിൽക്കണമെങ്കിൽ രണ്ട് സ്ഥലത്ത് വാനായിട്ട് നിന്ന് ചെക്ക് ചെയ്യണം, റിസ്ക് ഉണ്ട്. തൊപ്പി അത് പിന്നെ ഇതിന് മദ്യം ഒഴിക്കാതെ ഊതണം. ഇത് തൊലയിലേക്ക് നോക്കിയാൽ മതി, ഒപ്പിയില്ലേ പിടിച്ച് അപ്പം തന്നെ എസ് കാശ് കിട്ടി. അതൊന്നും അല്ല ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ കേരള ഗവൺമെൻറ്റൊക്കെ എത്ര കൊല്ലമായിട്ട് ഈ പരാതി പറയിപ്പിക്കുന്നത്. എന്ത് ന്യായമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഒരു ഭരണകൂടം ഉണ്ടോ കേരളത്തിൽ? ഇന്നുകളുടെ മഞ്ചേരിയിൽ മറ്റേ പലപാല് ഒരു ഡ്രൈവറെ, പോലീസ് ഡ്രൈവർ, പോലീസിന് പ്രതികളെ ദേഹോദ ചെയ്യാനുള്ള ഒരേ ഒരു വഴി നിയമം ആവശ്യമുള്ളൂ. ഒറ്റ സിംഗിൾ വൺ പോയിന്റ്. എന്താണത്? കോടതി പറയാണ് ആ പ്രതിയെ ഹാജരാക്കാൻ പറഞ്ഞാൽ, ആ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പ്രതിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവൻ എതിർത്താൽ ദേഹോദ്രമനം ചെയ്യാന്നുണ്ട്. വേറെ ഒരു കാരണവശാലും കൊലപാതകമാണെങ്കിലും കള്ളനാണെങ്കിലും ദേഹോദ്രം ചെയ്യാൻ നിയമമില്ല. ഇന്ത്യൻ ഭരണഘടനയിലുള്ള പറഞ്ഞത്, നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ബുക്കല്ല, ഇന്ത്യൻ ഭരണമുള്ള ആ നിയമം ഉള്ള രാജ്യത്താണ് ഈ തെമ്മാടികൾ. എല്ലാവരും വളരെ കുറച്ച് പേരുള്ളൂ തെമ്മാടികൾ ഇതുപോലെ വൃത്തി കാണിക്കുക. നിനക്ക് എന്താ അവകാശം? നീ ആരാണ് ഒരു പോലീസ് വന്നാൽ നിനക്ക് ചോദ്യം എന്താ അവകാശമുള്ളു? ശിക്ഷ വിധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ പണി എന്താ വെച്ചാൽ പ്രതിയെ ഹാജരാക്കുക കോടതിയിൽ. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കുറ്റവാളികൾ കോടതിയിൽ ഹാജരാക്കുക, അതിന് മാത്രമാണ് പോലീസ് ഡ്യൂട്ടി. അല്ല തല്ലാനും കൊല്ലാനൊന്നുമില്ല. അങ്ങനെ ഡ്യൂട്ടി സമയത്ത് ഒറ്റ കാര്യം മാത്രം ചെയ്യാം. കോടതി പറഞ്ഞു ശരി ഇന്ന ആളെ കോടതിയിൽ എത്തിക്കാൻ പറഞ്ഞ് സമൻസ് അയച്ചാൽ അവൻ പോലീസ് കൊണ്ടുവരുന്ന ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ചെല്ലുമ്പോൾ അവൻ ആക്രമിക്കുകയോ എതിർ ചെയ്താൽ ഓടിച്ചിട്ട് പിടിക്കുക, വേണമെങ്കിൽ ദേഹോദ്രം ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും ഇല്ല. ആദ്യമായിട്ട് അവസാനം പോലീസ് മനസ്സിലാക്കണം. നിങ്ങൾ ദേഷ്യമൊക്കെ ഭാര്യയോട് പണിക്ക് വന്ന് ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് വീട്ടിൽ വയ്ക്കണം. അത് പബ്ലിക് മുമ്പിൽ എടുക്കരുത്. പബ്ലിക് നിങ്ങളുടെ സർവൻറ്റ്, നിങ്ങൾ പബ്ലിക്കിൻ്റെ സർവൻ്റാണോ? ഏത് പോലീസ് ഐ ജി ആണെങ്കിലും ഏത് മന്ത്രി ആണെങ്കിലും ഒക്കെ പബ്ലിക്കിൻ്റെ സർവൻ്റാണ് നിങ്ങൾ. പബ്ലിക്കാണ് ഇത് യജമാനൻ. അത് മനസ്സിലാക്കണം. വിവരമില്ലാത്ത ചില സാധാരണക്കാർ പേടിച്ച് സാറെ ഓച്ചാനിച്ച് ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു അപേക്ഷയിലും ബഹുമാന്യത പറയില്ല എന്ന് അപേക്ഷിക്കുന്നു പറയുന്നില്ല. ഇപ്പം പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അപേക്ഷയുടെ കാര്യമില്ല. അങ്ങോട്ട് വിവരം പറഞ്ഞാൽ മതി, വിവരം പറഞ്ഞാൽ മതി. സമക്ഷത്ത് ദയവുണ്ടായതൊക്കെ പണ്ട് എഴുതും. ഇത് ഒരു എസ് ഐക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർക്ക് കൊടുക്കുമ്പോൾ സമക്ഷത്തിൽ ദയവുണ്ടായി എൻ്റെ അപേക്ഷ പരിഗണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും പറയണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞു, പോലീസ് പറഞ്ഞു. അങ്ങനത്തെ ആവശ്യമില്ല, ബോധിപ്പിക്കൽ ആവശ്യമില്ല. കാര്യം എനിക്ക് എൻ്റെ കാര്യം നടത്തിയിടണം ഏത് മാത്രം പറഞ്ഞാൽ മതി. മാറ്റം വന്നിട്ടുണ്ട്. അതാണ് സർവൻ്റാണ് നിങ്ങൾ, ജനങ്ങളുടെ സർവൻ്റാണ്. ഐ ജി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും. എന്നിട്ടാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ യജമാൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ വേഷം കെട്ടടി. ഇനി ഈ വേഷം കെട്ട് കാണിച്ചാൽ പബ്ലിക് തിരിച്ചടിക്കും, നിങ്ങൾ ഇരുട്ടിയടിക്കുകയും ചെയ്യും. ഒരു സംശയക്കാത്തില്ല. അവിടെ മര്യാദക്ക് എല്ലാവരും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.